എല്ലാവർക്കും ഒരു ഹായ് പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രിദേവൻ്റെ 4 മിനിറ്റ് എപ്പിസോഡ് 168 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ചെയ്യുവാൻ അവൻ്റെ മുൻപിൽ ആയിട്ട് കണ്ട റിമൈൻസ് മാത്രമായ ആ വൃക്ഷം അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു മെമ്മറി അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അത് ആ വൃക്ഷത്തിൻ്റെ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ കാത്തിരുന്ന ആ ബോധി ട്രീ അതാണ് അവൻ്റെ മുൻപിൽ കാണുന്നത്. പാസ്റ്റിൽ നടന്നത് അത് കാണിക്കുന്നുണ്ട്. ഒരു ഡൗഡി അല്ലെങ്കിൽ ഗോഡ് ലെവലിലേക്ക് എത്തിയ ഒരാള്. ആ ഒരു ഡൗഡി 100 വർഷമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ എനർജി ഹെവനൻ്റെ അടുത്ത് പവർ കിട്ടാൻ എന്തുകൊണ്ട് യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞ ആ ബോധി ട്രീയുടെ മുഴുവൻ എനർജി അത് എടുക്കുകയാണ്. കാരണം ഡൗഡി ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റിയാലും ഇതുകൊണ്ട് തന്നെ മുഴുവൻ ഇരയായി ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ അതിൻ്റെ മുഴുവൻ പവർ എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കെ വേറെ ഒരു ഡൗഡി വന്നു അതിനെ തടയാനായിട്ട് പോകുന്നുണ്ട്. അവസാനം എന്തൊക്കെയോ നടന്നു. ഒരു സ്റ്റെപ്പ് കൂടി നിൽക്കെ അത് തടഞ്ഞു. അതിനുശേഷം മറ്റയാളുടെ ഇമോഷൻസ് എല്ലാ ട്രീയിലേക്ക് ആക്കുകയാണ് ചെയ്തത്. അതാണ് ഷിൻലിൻ പറഞ്ഞത്, ഹ്യൂമൻ ഇമോഷന് ആ ട്രീയിൽ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഈ മെമ്മറി എല്ലാം അവൻ്റെ ഉള്ളിലേക്ക് വന്നതോടെ അവന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാനായിട്ട് തുടങ്ങി. അത്രയും പെയിൻഫുള്ളായ ഇമോഷൻസ് ആയിരുന്നു അത്. അവന് പോലും സങ്കടമായ ഒന്നായിരുന്നു. ഒരു ഡൗഡിയാണ് ഇങ്ങനെ ആക്കിയത് എന്നത് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ആ ബോധി സീഡ് പുറത്തു വന്ന് അവൻ്റെ ഇലൂഷനിൽ നിന്ന് പുറത്തു വരാൻ സഹായിച്ചെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഇതിന് കഴിയും എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യാനായിട്ട് നോക്കി. അതിൽ നിന്നുള്ള പ്യൂർ എനർജി ആ ട്രീയിലേക്ക് വരികയും അതിന് മാറ്റം ഉണ്ടാകാനായിട്ട് തുടങ്ങി. അത് കണ്ടിട്ട് അവന് ഹാപ്പി. എന്നാൽ ഒരെണ്ണം കൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഒരു ബോധി സീഡ് വരുന്നത്. അതുമാത്രമല്ല ഒരുപാടധികം സീഡുകൾ അവൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അത്രയും പ്യൂറായ എനർജി ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക്. ഇത് പുറത്തായിരുന്നെങ്കിൽ പവർഫുള്ളായ ആൾക്കാരെ അട്രാക്ട് ആയിട്ട് വന്നിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നേ. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചെങ്കിൽ അവൻ ആ ബോധി ട്രീ അത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവന് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് ജീവൻ വെപ്പിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ആ ഏൻഷ്യന്റ് ട്രീ ഡൗക്കി കോണ്ടിനെന്റിൽ തന്നെ 1/3 നാച്ചുറൽ ട്രഷറാണ്. അത്ര എളുപ്പം കൊണ്ട് അതിനെ പഴയ പോലെ ജീവൻ വെപ്പിക്കാൻ കഴിയുന്നൊന്നായിരുന്നില്ല. അവൻ്റെ മുഴുവൻ ഡൗക്കിയും പോയിരുന്നു. അത് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അന്ന് ക്യൂ നിൽക്കുകയാണ് ആ സീഡുകൾ. അതിനോട് കുറച്ച് ടൈം അപ്പോഴുണ്ട് ഒരു ഗോൾഡ് ലൈറ്റ് അവൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. അതൊരു ഇല പോലെ ഒരു ഫോർമേഷൻ അതുപോലെ അവനെ ചുറ്റുമായിട്ട് വരാനായിട്ട് തുടങ്ങി. അവിടെ ഒരു താമര പോലെ ആയിട്ട് മാറുകയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയ ഫോർമേഷനാണ് എന്ന് അവനും. ശേഷം ആ പ്യൂർ എനർജിയായി അതിനുള്ളിലേക്ക് പറ്റി അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒറ്റ സെക്കൻഡിൽ അവൻ്റെ മുഴുവൻ ഡൗക്കിയായിട്ട് മാറ്റി. അതുകൊണ്ട് എന്ത് പ്യൂറസ്റ്റ് എനർജിയാണ്, ഇനി ഞാനത് മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ബാക്കിയുള്ളവർ എല്ലാവരും അവരുടേതായ ഇലൂഷനിലാണല്ലോ. യൂണർ അവൾ ഷീവ എന്നിന്റെ പേരും പറഞ്ഞ് കണ്ണുറന്നു. എന്തൊക്കെയോ ഉള്ളിൽ നടന്നിരുന്നു. ബാക്കിയുള്ളവർ മറ്റുള്ളവരെ പോലെ ഇലൂഷനിൽ തന്നെയാണ്. കുറച്ചധികം കൂടുതലായിട്ട് ഹൊന്നിയും ഫോണിക്സ് ഡ്രൈവ് എൻ്റെ മുൻപിൽ മുട്ടൂത്തണമായിരുന്നു. ഞാനാണ് ഇനി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ സന്തോഷം. അവന് സ്വപ്നാധികം കാണണ്ട പുറത്തോടെ എന്ന് പറഞ്ഞിട്ട് ഒരടി ഐലുഷൻ നിന്നും അവൻ പുറത്തു വന്നു. അവനെ നോക്കിയാൽ അവൻ്റെ ആൾക്കാരാകട്ടെ അവൻ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അവർക്കും കൊടുത്തു. മൊത്തത്തിൽ അവർ പുറത്തു വന്നു. ഷിയോനെ കാണാനില്ലാത്തത് പറയുകയാണ് ആ പെൺപിള്ളേര്. ഈ സമയം ഷിയോൻ അവൻ്റെ ആ മുഴുവൻ സീഡിൻ്റെ പവർ അതിനുള്ളിലേക്ക് കൊടുക്കുകയാണ്. അതോടെ ആ സീഡ് അതിൽ നിന്ന് വരുന്ന എനർജി അത് കാരണം ആ ട്രീക്കും പൂർണ്ണമായിട്ട് ജീവൻ വെക്കാനായിട്ട് തുടങ്ങുന്നത് കാണാം. അത് യഥാർത്ഥ ഗോൾഡൻ നിറത്തിലേക്ക് ആവുകയാണ്. അതോടെ ബാക്കുണ്ടായിരുന്ന സീഡുകളെല്ലാം ഒരുമിച്ച് അതിൽ നിന്ന് ഒരു പവർ അവൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഓർക്കണ പ്യൂർ എനർജിയാണ് ആ സീഡിനല്ല. അവൻ പിന്നെ മെഡിറ്റേഷനിലേക്ക് പോകുന്നുണ്ട്. മറ്റുള്ളവർ ഉള്ളിടത്ത് ഷിയോയിൻ്റെ ആ രൂപം അത് വരികയാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒന്ന്. അപ്പോൾ ഷിയോയിൻ്റെ മറ്റൊരു സ്പേസിലാണോ അത് ഇപ്പോൾ ഉള്ളത്, ആ ട്രീ ഉള്ളത് എന്നാണ്. എന്തിനായാലും അത് കണ്ട് അവർ ഹാപ്പിയായി. ഷിയോയിന് കിട്ടില്ല, ഷിയോയിന് കിട്ടിയ നല്ലൊരു ചാൻസാണ്. ബോധി ട്രീ 3 ട്രഷർ കൊടുക്കുന്നുണ്ട്. സീഡ്, ഹാർട്ട്. ബോധി ട്രീയുടെ അടുത്ത് ഇരുന്ന് പ്യൂറസ്റ്റ് എനർജി അത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അവന് കിട്ടിയത് 3ാമത്തെയാണ്. യൂണറപ്പം എനിക്ക് ഓർമ്മ വന്നു. അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്ത 100 മടങ്ങ് റീഇൻകർണേഷൻ സർക്കിൾ എക്സ്പീരിയൻസ് അവന് ചെയ്യാൻ കഴിയും. അതായത് ഒരു സർക്കിൾ എന്നത് 1000 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ എത്രയെന്ന് ഊഹിക്കാലോ. ഇതുകൊണ്ട് ഇഷ്ടമാകാത്ത ഒരു കൂട്ടരെ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനോടപ്പോൾ അവന് മാത്രം എപ്പോഴും ഇങ്ങനെ തന്നെ കിട്ടുന്നത്. അവനാകട്ടെ അവൻ്റെ ഉള്ള സ്പേസ് ജെറ്റ് യൂസ് ചെയ്ത് അവരുടെ ആൾക്കാരെ സമ്മൺ ചെയ്യാൻ പറ്റും. പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവന് അത് തടഞ്ഞ് അവൻ്റെ ആൾക്കാരെ വെച്ച് ബാക്കിയുള്ളവരെ ഇല്ലാതാക്കാനാണ് പറഞ്ഞു വരുന്നത്. അതിനായിട്ട് അവർ പോകുന്നുണ്ട്. തടയാനായിട്ട് നോക്കിയെന്നാൽ സ്കിപ്പായിട്ട് നേരെ വരികയാണ്. എന്താ കാര്യം ഉണ്ടായില്ല. ബോധി ട്രീ തടഞ്ഞു. അതവൻ്റെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുവാണ്. അവർ തെറിച്ചടിച്ച് വീണു. ഷിയോൻ അവനൊരു നോർമൽ പേഴ്സൺ അല്ല എന്നത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അവർക്കാകെ കലിപ്പായി. അവൾ ചെല്ലാൻ നേരെ തടഞ്ഞു. അത് ഷിയോൻ്റെ മെഡിറ്റേഷൻ അഫക്റ്റ് ആകും. അവൾ അവരോട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നീയൊക്കെ ഡെട്ട്. അത് കഴിഞ്ഞ് ഷിയോൻ അവൻ്റെ മനസ്സിലൂടെ ഒരുപാടധികം മെമ്മറി കടന്നു പോവുകയാണ്. ആ 100 റീഇൻകർണേഷൻ സർക്കിൾ അതിലൂടെ അവന് മനസ്സിലായത് മീനിങ്ലെസ് ആയിരുന്നു എല്ലാം എന്ന്. ഈ ബുദ്ധ അറിയാലോ, ഒരു ദേഷ്യമോ
പ്രതികാരമോ ഒന്നും തന്നെ മനസ്സിൽ വെക്കുകയോ ഉണ്ടാകുകയില്ല. എപ്പോഴും സന്തോഷവും പീസുമായിട്ട് പോകുന്ന ഒന്നാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ ഉള്ളിലൂടെ ഉള്ള ആ ദേഷ്യം, പക, ആർത്തി എല്ലാം പയ്യെ ഇല്ലാതാകുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ട്രൂ ആയ ഹ്യൂമൻ ആകാൻ കഴിയൂ. അതെല്ലാം മനസ്സിലാക്കിയെടുത്ത് അവൻ ആ മെഡിറ്റേഷൻ നിന്ന് പുറത്തു വരാനായിട്ട് തുടങ്ങി. ഒരു ഫൈറ്റിന് എന്ന പോലെയാകും എന്ന് മനസ്സിലാക്കി പെമ്പിളരെ റെഡിയാകുന്നുണ്ട് കമാൻഡർ ഷിയോൻ. അവൻ പൂർണ്ണമായിട്ടും ആ എനർജി അബ്സോർവ് ചെയ്തു. അതിന്റെ ഔറ പോലും പവർഫുൾ ആയ ഒന്നായിരുന്നു. പെട്ടെന്നുള്ള മാറ്റം കണ്ട അവനും അത് ചെയ്യും. പിന്നെ ഷിയോൻ എഴുന്നേറ്റ് യൂണർ ഷിയോന് വന്നത് കണ്ട് ഹാപ്പി. അവന്റെ ചുറ്റുമായിട്ട് ഒരുപാടധികം ബോഡീസ് ഉണ്ടായിരുന്നു. അവൻ പിന്നെ നടന്നു വരികയാണ്. ഇപ്പോൾ ഉണ്ട് അവന്റെ ഔറ അത് വളരെയധികം ആയിരുന്നു. അവൻ 9 സ്റ്റാർ പീക്ക് ലെവലിലേക്ക് എത്തിയിരുന്നു. അടുത്തേക്ക് വന്ന് മാസമായിട്ട് നിൽക്കുകയാണ് ഷിയോന്റെ സ്ട്രെങ്തിൽ കുഞ്ഞു പോലും അതിശയം. അതിനേക്കാൾ അവൻ്റെ അടുത്തേക്ക് ഒരുപാടധികം സീഡ് വരികയാണ്. ആ പ്യൂറസ്റ്റ് എനർജി ഉള്ളതാണല്ലോ, അത് തന്നു. ഇല്ല, നീ ജീവനോടെ പോയില്ല എന്ന് പറയുക. ജീവനൊന്ന് കൂളായിട്ട് ഇത് വെച്ച് 8 ഗ്രേഡ് ബില്ലുണ്ടാക്കാൻ കഴിയും, നിനക്ക് തരാനാണോ? നടക്കില്ല. അവ കലിപ്പ് മറ്റവൻ നമ്മൾ ഒരുമിച്ചാണ് ആ ബീസ്റ്റ് ടൈഡ് കടന്നു വന്നേ എനിക്ക്, എന്നിട്ട് നിനക്ക് മാത്രമേ ഇതങ്ങനെ ശരിയാകില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അതൊന്നും എടുത്തിട്ട് പെമ്പിള്ളേർക്ക് കമാൻഡറിന് കൊടുത്തു. അവര് നന്ദി പറയുന്നുണ്ട്. അടുത്ത 2 എടുത്ത് അവർക്ക് നേരെ നീട്ടിയെന്ന പറ്റിച്ചെന്ന പോലെ മറ്റേ 2 പേർക്ക് കൊടുക്കണം. അവര് ഹാപ്പി. നിനക്കൊക്കെ ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല, ഫൈറ്റെങ്കിൽ അത് എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇത് കണ്ട് കുഞ്ഞും ശരി എന്നാ നിന്നെ കൊല്ലാതെ വേറെ വഴിയില്ല. അവര് ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുന്നു. നിനക്കെന്ത് ധൈര്യമുണ്ട് എന്ന് കമാൻഡർ കൂശോ പറയുമ്പോൾ നമ്മൾ പീസ്ഫുൾ ആയിട്ട് നിന്നു എന്ന് കരുതി നമ്മളൊന്നും ചെയ്യില്ലെന്നല്ല. അവനോട് ഷിയോനെ നോക്കാം, ബാക്കിയുള്ളവരെ നോക്കിക്കോ, എനിക്ക് അവനെ വേണമായിരുന്നു എങ്കിലും ഓക്കെ എന്ന് പറയുകയാണ് ജൂഫ് എന്ന്. അതിനുശേഷം അവർ അറ്റാക്കിനായിട്ട് പോയി. നിന്റെ കയ്യിലുള്ള ടൂഷിയൻസിന്റെ ജേഡ് അത് നിന്റെ കയ്യിലല്ലേ എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം നെട്ടാതെ അതെ വേണോ എന്നാ വന്നെടുക്കി. അവന് നേരെ വന്നു എന്ന ഷിയോന് ഒരു അട്ടി കൊടുത്തുള്ളൂ. അവന്റെ കിളി പോയി. അവൻ പ്രതീക്ഷിച്ചില്ല 1000 പീക്ക് ലെവലോ, അതായത് 1000 തന്നെ 3 ആയിട്ടുണ്ടല്ലോ, ലോ മിഡ് ഹൈ, അതിലുപോലും ടോപ്പാണ്. എങ്കിലും അവന്റെ ക്ലാൻറ്റാറ്റു പവർ ഇടുകയാണ്. അതവനെടുത്ത് ലെവൽ കൂട്ടുന്നുണ്ട്. 1009 സ്റ്റാറിലേക്ക് എത്തി ചെയ്യുന്നതിനേക്കാൾ ഒരു ലെവൽ കുറവ്. അതായത് 1009ഉം 8ഉം അല്ല, ലോ മിഡ് ഹൈയിൽ തന്നെ അതിൽ ഒരു ലെവൽ കുറവ്. ഇനി നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ചെയ്യുന്നെങ്കിൽ കൂടി കാര്യമില്ല, നീ എന്നേക്കാൾ ലെവൽ കുറവാണ്. അവനൊരു പവർഫുൾ സ്കില്ലായിട്ട് വന്നു ഹാൻഡ് പോലെ അതാക്കിയിട്ട് നേരെ മൂടി നീ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നീ വീക്കാണ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ആകുകയാണ്. എന്നിട്ട് നേരെ വന്ന് ഒറ്റാടി സ്മാഷ് കൊടുത്ത് ഒറ്റയടി അവനവിടെ വീണു. ബാക്കിയുള്ളവരെ അടിച്ചിട്ടു. നിങ്ങളാണ് ക്ലാനിലെ യങ്ങസ്റ്റ് ജനറേഷൻ എന്ന് അതിവിടെ തീർന്നു എന്ന് പറയാണ്. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്ന് എന്തൊക്കെ ഒന്ന് അടുത്ത എപ്പിസോഡ് കാണാം. എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എനിക്കിപ്പോൾ ജോലി കിട്ടി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല, മാറി വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു വീടെടുത്ത് നമ്മുടെ കൂടെ കുറച്ച് പയ്യന്മാർ ചേർന്ന് വീടെടുത്ത്. അപ്പോൾ അവിടെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സാധനമൊക്കെ എടുക്കാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ വോയിസ് തന്നെ എടുക്കുന്നത്. കുറച്ച് നാൾ ഇങ്ങനെയാകും. ബാക്കിയെല്ലാം സെറ്റായിട്ട് വന്നാൽ പിന്നെ മാക്സിമം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാത്ത വീട് തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.